ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവൻ ആകാംക്ഷയിലാണ്. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് എന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ ജനാധിപത്യം തകർന്നുപോയി എന്നും തെരഞ്ഞെടുപ്പുകൾ പലതും അട്ടിമറിക്കുകയാണ് എന്നും ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം അത് ശരിയാണ് എന്ന് രാഹുൽ ഗാന്ധി ഒരു പരിധിവരെ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും അവസാനം നടന്ന ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വലിയ അട്ടിമറി കണ്ടപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇതിന്റെ അന്വേഷണത്തിന് ഇറങ്ങിയത്. ഒരു കെട്ടിടത്തിൽ മാത്രം 7000 വോട്ടുകളും പേരിന് പകരം ABCD എന്നും അച്ഛന്റെ പേര് 1, 2, 3 എന്നൊക്കെ രേഖപ്പെടുത്തി വോട്ടർ പട്ടികയെ കളങ്കം വരുത്തിയപ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെയാണ് കളങ്കം വന്നത്. അതിനെ ഇല്ലാതാക്കിയത് ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിക്കെതിരെയുള്ള പോരാട്ടമാണ്. അതിന് തുടക്കം കുറിച്ചതും ബീഹാറിൽ തന്നെയാണ്. 16 ദിവസം കൊണ്ട് ബീഹാറിന്റെ മണ്ണും മനസ്സും കീഴടക്കി BJPയുടെ വോട്ട് മോഷണത്തെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് രാഹുൽ നടത്തിയ യാത്ര. ആ യാത്ര തന്നെയാണ് ഇനി ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതും. അത് തെളിയിക്കുന്നതാണ് ഇരു മുന്നണികളുടെ പ്രചാരണത്തിൽ കാണുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഇന്ത്യ മുന്നണിയുടെ റാലികളും സമ്മേളനങ്ങളും ചരിത്ര സംഭവമായി മാറുമ്പോൾ ബീഹാറിൽ NDA ക്യാമ്പ് ഇപ്പോഴും ഒന്നിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യ മുന്നണി ധൈര്യസമേതം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് പോലും പറയാൻ കഴിയാതെ NDA ഇരുട്ടിൽ തപ്പുകയാണ്. അങ്ങനെ വ്യക്തമായ തെരഞ്ഞെടുപ്പ് ചിത്രം ലഭിച്ചതിന് ശേഷം അങ്കലാപ്പിലായ BJPയുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് അമിത്ഷായുടെ വാക്കുകളിലൂടെ നമ്മൾ കണ്ടത്. അതായത് പറയാനൊന്നുമില്ലാതെ വന്നപ്പോൾ BJP അധികാരത്തിലെത്തിയാൽ അമ്പലം നിർമ്മിക്കാമെന്നാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വേവാനിട്ട പരിപ്പെല്ലാം വേവാതെ വന്നപ്പോൾ പൂർണ്ണമായും വർഗീയത കുത്തിക്കയറ്റുകയാണ് അമിത്ഷാ ചെയ്തത്. അത് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്ന് ഓർക്കണം. അതായത് 2 വർഷത്തിനകം ബീഹാറിൽ സീതാദേവിക്കായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുമെന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത്. ദാരിദ്ര്യം കൊണ്ട് അന്യ സംസ്ഥാനത്ത് പോയി പണിയെടുക്കുന്ന യുവാക്കളുടെ ഈറ്റില്ലമായ ബീഹാറിൽ യുവാക്കൾക്ക് തൊഴിൽ നൽകാമെന്ന് പറയുന്നതിന് പകരം അമ്പലം കെട്ടിത്തരാം എന്ന് പറയുന്ന രാഷ്ട്രീയം അത് അപകടമെന്ന് മാത്രമല്ല, അതിനെ കരുതിയിരിക്കേണ്ടതുമാണ്. അങ്ങനെ അമിതമായ വർഗീയവാദികൾ അല്ലാത്ത ബീഹാറിലെ ജനങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കി. ഈ പരിപ്പ് ബീഹാറിൽ വേവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ബീഹാറിലെ ഹിൽസയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാമായണത്തിലെ സീതാദേവിയുടെ ജന്മദേശവുമായി ബീഹാറിനുള്ള സാംസ്കാരിക ബന്ധം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. 850 കോടി ചെലവിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന് 5 മാസം മുൻപ് അമിത്ഷായും മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് ഭൂമി പൂജ നടത്തിയത്. ഇതാണ് ഈ NDA മുന്നണിയുടെ ബീഹാറിലെ വികസനം എന്ന് പറയുന്നത്. അത് കാണിച്ചിട്ടാണ് വോട്ട് പിടുത്തം. എന്നാൽ അമിത്ഷായുടെയും മോദിയുടെയും വർഗീയ വിഷം ചീറ്റുന്നത് ബീഹാറിൽ ഇനി നടക്കില്ല. ജോലിയും കൂലിയും നൽകാൻ കഴിയാത്ത ഒരു സർക്കാർ ഒഴിഞ്ഞു പോയാൽ മാത്രമേ ശരിയാകൂ. ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ച വൻ പദ്ധതികൾ സംസ്ഥാനത്ത് വരുമെന്ന് ഉറപ്പിച്ച യുവാക്കളടങ്ങുന്ന സമൂഹം അമിത്ഷായുടെ അവസാന തന്ത്രത്തെയും പുച്ഛിച്ചു തള്ളിയിരിക്കുകയാണ്. അതാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ കാണുന്ന അഭൂതപൂർവമായ ജനസാഗരം തെളിയിക്കുന്നത്.